ദൈവത്തിൻ്റെ വിളിയെക്കുറിച്ച് ദൈവം ഒരു നാളും അനുദപിക്കാറില്ല. ദൈവം ഓരോ മനുഷ്യനെയും തിരഞ്ഞെടുക്കുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. മാത്രമല്ല, ദൈവം തൻ്റെ വിളിയെക്കുറിച്ച് അനുദപിക്കാത്തവനുമാണ്. എന്നാൽ ദൈവം വിളിച്ച 10,000 ഈ ലോകത്തിൽ ഉണ്ടായിരിക്കെ ചിലരൊക്കെയും വഴിതെറ്റിപ്പോയിട്ട് തിരിച്ചു വരാൻ പറ്റാത്ത അനേക ഗർത്തങ്ങളിൽ ചെന്ന് ചാടിയ അനേക ചെറുപ്പക്കാരെ എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, വഴി തെറ്റിയാലും വിളി തെറ്റുന്നില്ല എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 6-ാം അധ്യായത്തിൽ നാം കാണുന്ന അതിപ്രസിദ്ധനായ ഒരു മനുഷ്യനുണ്ട്, നീതിപ്രസംഗിയായ നോഹ. ആ നോഹയെക്കുറിച്ച് ദൈവം പറയുകയാണ്, അദ്ദേഹം ദൈവത്തിന് വേണ്ടി 40-ലധികം വർഷങ്ങൾ നീതിപ്രസംഗിയായി എന്ന് മാത്രമല്ല, ആരും കാണാത്ത, ആരും കേട്ടിട്ടില്ലാത്ത ഒരു വൻമഴയെക്കുറിച്ച് പ്രവചിക്കുകയും അത് തൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് കാണുകയും ചെയ്ത ഒരു മനുഷ്യനാണ്. പക്ഷെ നോഹയുടെ ജീവിതത്തിൻ്റെ ഇടക്കാലത്തിൽ എപ്പോഴോ ദൈവത്തോടുകൂടെ നടന്ന ഒരു കാലഘട്ടത്തിൽ തൻ്റെ വിളിയിൽ നിന്ന് താൻ മാറിപ്പോവുകയും ലഹരി കുടിച്ച് മത്തനായി, താൻ മതോന്മത്തനായി കിടക്കുമ്പോൾ തൻ്റെ തലമുറകൾ വന്ന് താനുമായി പാപം ചെയ്ത് വഴിതെറ്റിപ്പോകുന്ന ഒരു സാഹചര്യം. അദ്ദേഹം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മദ്യപാനിയായി തീർന്നു. മാത്രമല്ല, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കർത്താവിന് വേണ്ടി നിന്നിട്ട് തലമുറകൾ തെറ്റിപ്പോയ ഒരു മനുഷ്യൻ, പതറ്റിക് ഫാമിലി ലൈഫിൽ ചെന്നുപെട്ട ഒരു മനുഷ്യനാണ് ഈ നോഹ എന്ന് പറയുന്ന മനുഷ്യൻ. പക്ഷേ താൻ തെറ്റിപ്പോകും എന്നറിയാമായിരുന്നിട്ടും, തൻ്റെ തലമുറകൾ വീണുപോകും എന്ന് അറിയാമായിരുന്നിട്ടും എന്തേ ദൈവം തന്നെ നീതിപ്രസംഗിയായി തിരഞ്ഞെടുത്തു? അതെ, വഴി തെറ്റിയാലും വിളി തെറ്റുന്നില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ബലഹീനതകൾ, നമുക്ക് വരാൻ പോകുന്ന അനർത്ഥങ്ങൾ മുൻകാണുന്ന ദൈവം എന്തുകൊണ്ടാണ് നമ്മുടെ വിളിയിൽ നിന്ന് അനുദപിക്കാത്തത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അതെ, ദൈവം തൻ്റെ വിളിയെക്കുറിച്ച് ഒരിക്കലും അനുദപിക്കുന്നില്ല. രണ്ടാമതായി നമ്മൾ കാണുന്ന മറ്റൊരു മനുഷ്യനാണ് ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്ന അതിപ്രസിദ്ധനായ യാക്കോബ്. നമുക്കറിയാം, ഇസ്രായേലിൻ്റെ പിതാവായി അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ അപ്പനായി, ഇസ്രായേലായി 12 ഗോത്രങ്ങളുടെ ഗോത്രപിതാവായി ദൈവം തിരഞ്ഞെടുത്ത യാക്കോബ്. പക്ഷേ യാക്കോബിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന വലിയ ഒരു പ്രതിസന്ധിയാണ്, യാക്കോബ് താൻ നമ്മുടെ ഭാഷയിൽ താനൊരു കള്ളനായി മാറി. അതെ, വാഗ്ദത്തം കയ്യിലുള്ളവൻ, എല്ലാം ലഭിക്കുമെന്നറിഞ്ഞിട്ടും തൻ്റെ ജന്മത്തിന് മുമ്പേ ദൈവം തന്നെ തിരഞ്ഞെടുത്തു എന്ന ദൂത് കുടുംബത്തിന് ദൈവം കൈമാറിയിട്ടും എല്ലാം മറന്ന് തൻ്റെ സഹോദരനെ പറ്റിച്ച് തൻ്റെ അപ്പനോട് പച്ചക്കള്ളം പറഞ്ഞ് വീട് വിട്ടിറങ്ങിപ്പോകുന്ന ഒരു യാക്കോബിനെ, ബാലനായിരിക്കുന്ന യാക്കോബല്ല, യൗവനത്തിലെത്തിയ യാക്കോബിനെ നമ്മൾ കാണുന്നുണ്ട്. എല്ലാം അറിയാമായിട്ടും തനിക്ക് പിടിച്ചു നിൽക്കേണ്ടതിന് വേണ്ടി, ചിലതൊക്കെ പിടിച്ചു വാങ്ങേണ്ടതിന് വേണ്ടി അപ്പനെ പറ്റിക്കുന്ന ഒരു യാക്കോബ്. എന്നിട്ടും എന്തേ കർത്താവെ തൻ്റെ വിളിയിൽ നിന്ന് ദൈവം തന്നെ എടുത്തു കളഞ്ഞ് മറ്റൊരുവനെ സ്ഥാപിക്കാഞ്ഞത്? എന്തുകൊണ്ട് ഇതൊക്കെ ചെയ്തിട്ടും ഏശാവിനെ ദൈവം കൊണ്ടുവരാഞ്ഞത്? എന്തേ ലാബാന്റെ കുടുംബത്തിൽ നിന്ന് തൻ്റെ മക്കളിൽ ഒരുവനെ ദൈവം നിയോഗിക്കാഞ്ഞത്? അതെ, എനിക്ക് നിങ്ങളോട് വീണ്ടും പറയാനൊരു ദൂത്, ദൈവം തൻ്റെ വിളിയെക്കുറിച്ച് ഒരിക്കലും അനുദപിക്കുന്നില്ല എന്നുള്ളതാണ്. വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനികളിൽ പ്രധാനിയാണ് ദാവീദ്. ദാവീദിനെ കുറിച്ച് നമുക്ക് നല്ലവണ്ണം അറിയാം. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യൻ. ആലയം പണിതില്ല എങ്കിലും മകനെ കൊണ്ട് ആലയം പണിയിപ്പാൻ ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ച് ഉള്ള എരിവ് തിന്നുകളഞ്ഞ ഒരു മനുഷ്യൻ, രാജ്യത്തെ യഥാസ്ഥാപനത്തിലാക്കിയ മനുഷ്യൻ, യെരുശലേമിൽ ആദ്യമായി ഒരു ആരാധനാ സമൂഹത്തെ എഴുന്നേൽപ്പിച്ച് നിർത്തിയ ഒരു മനുഷ്യൻ, എന്തിനേറെ ജനിക്കാൻ പോകുന്ന ദാവീദിൻ്റെ സന്തതിയായി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ പോലും എഴുതി വച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. പക്ഷെ ഒരു കാര്യം, നല്ല യൗവനത്തിലെത്തി രാജ കിങ്കരന്മാരോടൊപ്പം സുഖിച്ച് പുളയ്ക്കുമ്പോൾ, വെപ്പാട്ടികളും ഭാര്യമാരുമായി ഇഷ്ടം പോലെ ആൾക്കാർ തനിക്കുള്ളപ്പോൾ, ജഡസുഖത്തിനു വേണ്ടി ഏതോ ഒരു സ്നേഹിതൻ്റെ അഥവാ ഊരിയാവിൻ്റെ ഭാര്യയെ തന്നെ അവകാശമാക്കാൻ അവനെ കൊന്നുകളഞ്ഞ ഒരു ദാവീദ്. എന്തേ ദാവീദ് തെറ്റിപ്പോയിട്ടും വ്യഭിചാരത്തിൽ വീണുപോയിട്ടും ദൈവം അവനെ മാറ്റിക്കളഞ്ഞിട്ട് മറ്റൊരുവനെ തിരഞ്ഞെടുത്തിട്ടില്ല? സ്നേഹിതരെ, എപ്പോഴും നാം ഒരു കാര്യം ഓർക്കണം, നമ്മുടെ ഭാവിയിൽ നമ്മൾ എന്നും നേരെ നിൽക്കും എന്നുള്ള ഉറപ്പുകൊണ്ടൊന്നുമല്ല ദൈവം നമ്മളെ വിളിച്ചത്. ചിലപ്പോഴൊക്കെ നാം തെറ്റിപ്പോയേക്കാം, നാം കൈവിട്ടു പോയേക്കാം. എത്രയോ പ്രാവശ്യം നാം വീണും എഴുന്നേറ്റും പോയവരാണ്. നോഹയുടെ ജീവിതത്തിൽ മദ്യപാനം ഒരു പാപമായിരുന്നെങ്കിൽ യാക്കോബിൻ്റെ ജീവിതത്തിൽ കള്ളമായിരുന്നു തൻ്റെ ബലഹീനത. ദാവീദിൻ്റെ ജീവിതത്തിൽ വ്യഭിചാരമായിരുന്നു തൻ്റെ പാപം. പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ മോശയെ അറിയാത്തവരാരും എന്നെ കേൾക്കുന്നവരിലില്ല. ദൈവം അതിശക്തമായി ഉപയോഗിച്ച ഇസ്രായേലിൻ്റെ രക്ഷയ്ക്കായി, മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുവാനായി, പുതിയൊരു രാഷ്ട്രം സ്ഥാപിക്കുവാനായി വാഗ്ദത്ത കനാനിലേക്ക് കൊണ്ടുപോയ മോശ. തീർന്നില്ല അദ്ദേഹത്തിൻ്റെ ഗുണവിശേഷങ്ങൾ, ആയിരക്കണക്കിന് പറയാനുണ്ട്. പക്ഷെ ഒറ്റ കാര്യം കൂടെ ഞാൻ പറയാം. ഈ വേദപുസ്തകം പഠിക്കുമ്പോൾ പ്രവാചകനായും പുരോഹിതനായും രാജാവായും
ദൈവം അഭിഷേകം ചെയ്ത് ഉപയോഗിച്ച ഒരു മനുഷ്യൻ. അഥവാ 3 പുരോഹിത ശുശ്രൂഷയും പ്രവാചക ശുശ്രൂഷയും ഒരു രാജാവ് ചെയ്യുന്ന ഉത്തരവാദിത്വവും ഒരുപോലെ കൈകാര്യം ചെയ്ത മോശ. പക്ഷേ ആ മോശ he was not flawless. അവൻ്റെ ജീവിതത്തിൽ വലിയൊരു പരാജയം നേരിട്ട് നമുക്കറിയാം. അവൻ്റെ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിന്റ് തുടങ്ങുന്നത് അവൻ്റെ കൊലപാതകത്തിലൂടെ. മിസ്രൈമിയ ദേശത്തെ അടിമച്ചന്തയിൽ തൻ്റെ സ്വന്തം രക്തബന്ധങ്ങൾ തല്ലിച്ചതയ്ക്കപ്പെടുന്നത് കാണുമ്പോൾ ഹൃദയം നൊന്ത മോശ പിന്നൊന്നും ചിന്തിച്ചില്ല. അഭിഷേകത്തെക്കുറിച്ചോ വിളിയെക്കുറിച്ചോ ദൈവം തന്നെ നിയോഗിച്ചതിനെക്കുറിച്ചോ ഒന്നും മനസ്സിലായിട്ടില്ല. അമ്മ പറഞ്ഞു കൊടുത്ത സൺഡേ സ്കൂൾ പാഠങ്ങൾ മാത്രമേ മനസ്സിലുള്ളൂ. പക്ഷേ ഒരു കാര്യം ചെയ്തു, തൻ്റെ വികാരം, തൻ്റെ അഭിഷേകത്തെ ഓവർകം ചെയ്തപ്പോൾ താനൊരു മിദ്യാനിയനെ തല്ലിക്കൊള്ളുന്ന കാഴ്ചയല്ലേ നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നത്. പക്ഷെ ദൈവം തന്നെ തള്ളിക്കളഞ്ഞോ? ഇല്ല. അഹരോനെ മോശയ്ക്ക് പകരം നിർത്തിയോ? ഇല്ല. ദൈവം തന്നെ ലക്ഷോപലക്ഷം പേരുടെ വീണ്ടെടുപ്പിനായി ദൈവം തന്നെ ഉപയോഗിച്ചു. ഏറ്റവും അവസാനമായി ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് യോനയെക്കുറിച്ചാണ്. പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നാം ആരും മറക്കാത്ത, എല്ലാ കുഞ്ഞുങ്ങൾക്കും ഓർമ്മയുള്ള അതിപ്രസിദ്ധനായ പ്രവാചകൻ. എന്തിനേറെ ഒറ്റ പ്രവചനം കൊണ്ട് രാഷ്ട്രത്തെ നേടിയവൻ, ഒറ്റ പ്രവചനം കൊണ്ട് ഒരു രാജ്യത്തെ മുഴുവൻ മാനസാന്തരത്തിലേക്ക് നടത്തിയവൻ, അതെ, യോന. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. അനുസരണക്കേട് അവൻ്റെ ജീവിത ശൈലിയായിരുന്നു. ദൈവത്തെ പോലും ഭയമില്ലാതെ താൻ കാണിക്കുന്ന അനുസരണക്കേട് നിമിത്തം നിനവയിലേക്ക് പോകേണ്ടതിന് പകരം തർസീസിലേക്ക് ഓടിപ്പോയ ഒരു യോന. ഇന്ന് രാത്രി എൻ്റെ വാക്കുകൾ ചുരുക്കുന്നതിന് മുമ്പ് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇത്തരത്തിലുള്ള പരാജയങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടോ? മോശയ്ക്ക് തൻ്റെ മുൻകോപമായിരുന്നു തന്നെ ഒരു കൊലപാതകയാക്കി മാറ്റിയതെങ്കിൽ യോനയുടെ ജീവിതത്തിൻ്റെ പരാജയം ഒരു അനുസരണക്കേടായിരുന്നു. ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ പരാജയം വ്യഭിചാരമായിരുന്നു. യാക്കോബിൻ്റെ പരാജയം അവൻ കള്ളം പറയുന്നതായിരുന്നു. നോഹയുടെ പരാജയം തൻ്റെ മദ്യപാനമായിരുന്നു. എന്തിനേറെ ഈ ലോകത്തിൽ ദൈവസഭ വെറുക്കുന്നതും വെറുക്കപ്പെടേണ്ടതുമായ എല്ലാ പാപങ്ങളിലൂടെയും പിതാക്കന്മാർ കടന്നുപോയില്ലേ? വിശ്വാസത്തിൻ്റെ നായകന്മാർ കടന്നുപോയില്ലേ? വീരന്മാർ കടന്നുപോയില്ലേ? പോയി. പക്ഷേ ദൈവം തൻ്റെ വിളിയെക്കുറിച്ച് അനുദപിക്കുന്നില്ല. പ്രിയരെ, ദൈവം നമ്മെ വിളിച്ചിറക്കിയപ്പോൾ, ദൈവം നമ്മെ ശുശ്രൂഷയ്ക്ക് നിയോഗിച്ചപ്പോൾ നമ്മുടെ ബലഹീനതകൾ അറിയാതെയോ ഒരു സൂപ്പർസ്റ്റിഷൻ്റെ പുറത്തോ ഓവർ കോൺഫിഡൻസിൻ്റെ പുറത്തോ അബദ്ധം പറ്റി വിളിച്ച വിളിയല്ല നമ്മുടെ വിളി. ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് തൻ്റെ മുൻനിർണയത്തോടെയാ. പൗലോസ് പറയുന്നു, ഞാൻ വിശ്വസ്തനാകുമെന്നെണ്ണി എന്നെ തൻ്റെ ശുശ്രൂഷയ്ക്ക് വിളിച്ച ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൻ്റെ രഹസ്യ പാപങ്ങൾ നിമിത്തമോ ജീവിതത്തിൻ്റെ വ്യക്തിപരമായ പരാജയങ്ങൾ നിമിത്തമോ ഇനി ദൈവത്തിന് എന്നെ വേണ്ട, ഇനി കർത്താവിന് എന്നെ ഉപയോഗിക്കാൻ കഴിയത്തില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് പറയാനുള്ള സന്ദേശം ഇതാണ്: വിളി തെറ്റുന്നില്ല, വഴി തെറ്റിയാലും വിളി തെറ്റുന്നില്ല. ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്. ദൈവത്തിന് നിങ്ങളെ മടക്കിക്കൊണ്ടുവരാൻ പറ്റും. ദൈവത്തിന് നിങ്ങളെ ശുശ്രൂഷയിൽ വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. മോശയെ തിരിച്ചു കൊണ്ടുവന്ന ദൈവം, ദാവീദിനെ പിടിച്ചു നിർത്തിയ ദൈവം, യോനായെ തിരിച്ചു നടത്തിയ ദൈവം, ദാവീദിനോട് കൂടെ ഇരുന്ന ദൈവം ഇന്ന് രാത്രി നമ്മുടെയും ദൈവമാണ്. വിശ്വസിക്കുക, മടങ്ങി വരിക. യു ടു ഹാവ് എ സെക്കൻഡ് ചാൻസ്. നിങ്ങൾക്ക് മടങ്ങി വരുവാൻ ഒരവസരം കൂടി ഇന്ന് രാത്രിയുണ്ട്. നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. നമ്മുടെ വിളിയെക്കുറിച്ച് നമുക്ക് ആശ്വസിക്കാം. ദൈവത്തിൽ നമുക്ക് സമർപ്പിക്കാം. നമുക്കും തിരിച്ചു നടക്കാം ഇവരെ പോലെ. ഇവരുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങൾ അവരുടെ തകർച്ചയ്ക്കല്ലായിരുന്നു, അവരുടെ മടങ്ങിവരവിന് അവർ അതിനെ ചവിട്ടുപടികളാക്കി ഉപയോഗിച്ചെങ്കിൽ നമ്മുടെയും പരാജയങ്ങൾ തിരിച്ചുവരവിനും മടങ്ങിവരവിനുമുള്ള ചവിട്ടുപടികളായി തീരട്ടെ.